ശതമാനം സ്ത്രീകളിലും പുരുഷന്മാർക്കും സ്കിന്നിന്റെ ഡിസോർഡേഴ്സ് അനുഭവപ്പെടാറുണ്ട്. അതിന് പല ഫാക്ടേഴ്സ് ആണ്, അതിന് കാരണങ്ങൾ പല ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഏറെക്കുറെ പരിഹരിക്കപ്പെടാറുണ്ട്. പക്ഷെ 70% നമുക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സിനെ ആണ് നമുക്കിത് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിന് കുറിച്ച് ശരിയായ ധാരണയില്ലെങ്കിൽ അത് ഗുണത്തെക്കേറെ ദോഷമാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. നമ്മുടെ വെസ്റ്റീജിന്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഒരു കാറ്റഗറിയാണ് SF9. അതിനെക്കുറിച്ച് ആധികാരികമായ ഒരു സെഷൻ എടുക്കാൻ നമ്മുടെ ഗോൾഡ് ഡയറക്ടറും നമ്മുടെ ബ്യൂട്ടി സർട്ടിഫൈഡ് ട്രെയിനറും കൂടിയായ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ സവിത മാമിനെ എല്ലാവരുടെ സമ്മതത്തോടും കൂടി വളരെ സന്തോഷത്തോടും കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സവിത മാം. താങ്ക് യു രേഖ മാം. വളരെ നന്നായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഇന്നെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് അവരുടെ സമയവും വിലയേറിയ സമയം ബ്യൂട്ടിയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ച ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്കൊരു അവസരം നൽകിയ എല്ലാ ലീഡേഴ്സിനും അകമഴിഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നമ്മള് ഈ ഒരു സായാഹ്നത്തില് എല്ലാവരും താല്പര്യം എന്താണെന്ന് നമുക്കറിയാം. ബ്യൂട്ടിയെ കുറിച്ച് അറിയുന്നതിന് അല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ബോധമുള്ളവരാണ്. നമ്മള് ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് നമ്മുടെ ഹെൽത്തിനൊപ്പം വെൽത്തും അതോടൊപ്പം ബ്യൂട്ടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ വെസ്റ്റീജ് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ 16-ൽ 1 ആണ് നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ബ്യൂട്ടി കാറ്റഗറിയിൽ വരുന്ന ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ടും നമ്മൾ തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് SF9 എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 13 പ്രോഡക്റ്റുകൾ മാത്രമുള്ള ഈ SF9 കാറ്റഗറി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് സപ്ലിമെന്റ്സ് എങ്ങനെയാണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന് മേക്കപ്പ് എന്ന് പറയുന്നത്. ആ മേക്കപ്പ് പ്രോഡക്റ്റിന് നമ്മള് മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും ആളുകളുമായി മിങ്കിൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് അതിനനുസരിച്ചാണ് മറ്റുള്ളവരോട് നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനും നമ്മൾ തന്നെ ഒരു ഉദാഹരണമായിരിക്കണം എല്ലാത്തിനും. ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും. ഏതൊരാളെടുത്താലും ഇപ്പൊ നമ്മള് ബിസിനസ് ചെയ്യുന്നവർ മാത്രമല്ല, സമൂഹത്തിൽ ഏതൊരാളെടുത്താലും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവരുടെയും ആത്മവിശ്വാസത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മേക്കപ്പ് തന്നെയാണ്. ആ മേക്കപ്പിലൂടെ നമുക്ക് ഉള്ള സൗന്ദര്യത്തിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സൗന്ദര്യം നിലനിർത്തേണ്ടത് സ്കിൻ കെയർ റുട്ടീനിലൂടെയാണ്. അപ്പൊ സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും മേക്കപ്പിന് വേണ്ടിയിട്ടും ഒക്കെ തരുന്നുണ്ട്. പലതരത്തിലുള്ള ക്രീമുകൾ, സിറംസ്, കോമ്പാക്ട് പൗഡർ, SPF, അതേപോലെ ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ പോരായ്മകൾ മറയ്ക്കുന്നതിനും സൗന്ദര്യം എടുത്തു കാണിക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എപ്പോഴും ഈ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ തന്നെ തിരഞ്ഞെടുക്കണം. കാരണം അത് മിക്കവാറും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം. മിക്കവാറും ആളുകൾ ഉപയോഗിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് എനിക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, വളരെയധികം എൻ്റെ സ്കിൻ മോശമായി പോയി എന്നുള്ളത്. സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത നല്ല പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
പിന്നെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മലിനീകരണം മൂലം ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെയാണ് അത് ഏറ്റവും അധികം പെട്ടെന്ന് തന്നെ ബാധിക്കുക ഒരു പക്ഷേ സ്കിന്നിനെ തന്നെ ആയിരിക്കണം. അപ്പൊ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരാളുടെ ആരോഗ്യം നമുക്ക് ആ സ്കിൻ നോക്കിയാൽ തന്നെ തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പോ ഈ സ്കിന്നിന് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ഈ പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന അതേപോലെ തന്നെ ആ സ്കിന്നിന്റെ നല്ല ഒരു ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. നമ്മളെപ്പോഴും ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുന്ന ഒരു സമയത്ത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതേപോലെ പലതരത്തിലുള്ള ഒബ്ജക്ഷൻസോ അല്ലെങ്കിൽ ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതേപോലെ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഇറക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ആളെ കാണുമ്പോൾ അവർക്ക് പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന SF9 പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും നമുക്ക് വിശ്വാസത്തോടു കൂടി തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. കാരണം ഇത് മനുഷ്യരിൽ തന്നെ പരീക്ഷിച്ചിട്ടുള്ള, അതേപോലെ തന്നെ ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള, ഹൈ ക്വാളിറ്റി തരുന്ന, അതേപോലെ വേഗൻ ആയിട്ടുള്ള, യാതൊരു തരത്തിലും മറ്റു ജീവികളെ ഉപദ്രവിക്കാതെ നിർമ്മിച്ചിട്ടുള്ള, അതായത് ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് SF9ലൂടെ കിട്ടുന്നത്. ഇനി ഒരു ബിസിനസ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ PV തരുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് SF9 പ്രധാനമായിട്ടും ഉള്ളത്. അതേപോലെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ് അതിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം ഈ 13 പ്രൊഡക്റ്റുകളെ ഉള്ളെങ്കിലും നമുക്ക് ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് ഈ 13 പ്രൊഡക്റ്റുകളെ കൊണ്ട് നമുക്ക് കഴിയും. അതേപോലെ അതിന്റെ ക്വാളിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അഡ്വാൻസ്ഡ് സിസ്റ്റ് ക്വാളിറ്റിയിലാണ് ഈ SF9 പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് SF9 പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും മിനിമം 2 നേരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മിനിമം 2 മാസമെങ്കിലും എടുക്കും. അത് ശരിക്കും കമ്പനി പറയുന്നത് 3 മാസമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓരോ SF9 പ്രൊഡക്റ്റുകളും ശരിയായ ഒരു റിസൾട്ട്, അതിന്റെ തനതായ റിസൾട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസം അത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സ്കിന്നിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് അല്ലെ. അപ്പൊ സ്കിന്നിന് പല സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളുണ്ട്. ഒരു കസ്റ്റമറെ നമ്മൾ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്കിൻ ടൈപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ അവരുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആകാം, അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആവാം, ഓയിലി സ്കിൻ ആകാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആകാം. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് സാധിക്കും. അതായത് രാവിലെ നമ്മൾ മേക്കപ്പ് ഒന്നും എല്ലാം റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത ഫേസോട് കൂടി കിടന്നുറങ്ങുക. രാവിലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ മുഖത്തൊന്ന് പതുക്കെ ഒന്ന് ഡാബ് ചെയ്യുമ്പോഴത്തേനും അതില് ഡെഡ് സെൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഓയിൽ പാച്ചുകൾ ഉണ്ട്, ആ ടിഷ്യൂയില് ഓയിൽ പാച്ചുകളാണ് ഉള്ളതെങ്കിൽ അവരുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണെന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി നമ്മുടെ T സോണിൽ, അതായത് ഈ കാണുന്ന മൂക്ക്, തല, നെറ്റി, മൂക്ക്, പിന്നെ അതേപോലെ താടി, ഈ ഭാഗങ്ങളിലൊക്കെ ആണ് ഈ ഓയിൽ പാച്ചസ് ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്ത് നോർമൽ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടേത് കോമ്പിനേഷൻ സ്കിന്നാണ്. ഇതൊന്നുമില്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ടിഷ്യൂ കാണുന്നതെങ്കിൽ അവരുടേത് നോർമൽ സ്കിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതേപോലെ ഇപ്പൊ രേഖ മാഡം പറഞ്ഞിരുന്നു, പ്രകൃതിയിൽ ഒരുപാട് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് മൂലം, അതേപോലെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എക്സസൈസ് ഇല്ലായ്മയും ഒക്കെ നമ്മുടെ ഉറക്കക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൻ മോശമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. അത് നമ്മൾ സ്വയം ഇതിനെ കൊണ്ടെത്തിക്കുന്നത് ചില ഭക്ഷണങ്ങളിലൂടെയും എത്തിക്കാറുണ്ട്.
അതായത് നമ്മൾ ഡയറി പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കൂടുതലായിട്ട് കുരുക്കളും മറ്റും കാണുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരാനുള്ള സാധ്യത അവിടെയുണ്ട്. ചുളിവുകളും അതേപോലെ ഫൈൻ ലൈൻസും ഒക്കെ പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ കൂടുതലായിട്ട് കോഫി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. ഇത് നിർജ്ജലീകരണം എന്നുള്ള സംഭവം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഡ്രൈനെസ് ഉള്ള സ്കിൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കഫീൻ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ സ്കിന്നിന്റെ പോസ്, അതായത് നമ്മുടെ സ്കിന്നിന്റെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറ്റ് ഹെഡ്സും അതേപോലെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകും. അതേപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും ഒരു കാർബണേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഡ അടങ്ങിയ കാര്യങ്ങൾ കൊളാജൻ ഫോർമേഷനെ തടയുന്നുണ്ട്. അതേപോലെ റിഫൈൻഡ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാകാനായിട്ട് സാഹചര്യം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ അത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യണ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ കട്ടിയുള്ളതാക്കും. കട്ടി കൂടുന്തോറും നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് കൂടുതൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഗ്രീൻ ടീ, ടൊമാറ്റോ, അതേപോലെ അവക്കാഡോ, ഗ്രീൻ വെജിറ്റബിൾസ്, അതേപോലെ നട്ട്സും ബെറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി മേക്കപ്പ്, ബ്യൂട്ടിയായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കിൻ കെയർ പോർട്ട്ഫോളിയോ ആയിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റീജ് പ്രൊഡക്റ്റുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അതിൽ പല കാറ്റഗറി ആയിട്ട് നമുക്ക് വേണേൽ തിരിക്കാം. ഒന്ന് അഷ്വർ കാറ്റഗറിയിലുള്ളതാണ്. പിന്നെ ഇത് അഷ്വർ നാച്ചുറൽ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നുണ്ട്. അതേപോലെ സ്കിൻ ഫോർമുല 9 വരും. അതേപോലെ വെല്ലിനോയും മിസ്റ്റ് ഓഫ് മിലേനും. ഇതില് അഷ്വർ നാച്ചുറലും നമ്മുടെ സ്കിന്നിന്റെ മെയിൻ്റെനൻസ്, ഇപ്പൊ നമ്മുടെ സ്കിൻ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ് അഷ്വർ ആൻഡ് അഷ്വർ നാച്ചുറൽ കാറ്റഗറി വരുന്ന പ്രൊഡക്റ്റുകൾ. അതേസമയം സ്കിൻ ഫോർമുല 9 എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. എന്തെങ്കിലും തരത്തിൽ നമ്മുടെ സ്കിന്നിന് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് സ്കിൻ ഫോർമുല 9 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മേക്കപ്പുമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വെല്ലിനോയും മിസ്റ്റർ ഓഫ് മിലൻ എന്നീ 2 കാറ്റഗറിയിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇത് SF9 കുറിച്ച് നമ്മൾ കൂടുതലൊന്ന് ആഴത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതില് ഒരു 4-5 വർഷത്തെ റിസർച്ചിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ SF9 വരുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് സ്കിൻ പ്രോബ്ലംസിനെതിരായിട്ട് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് നൽകുന്ന പ്രൊഡക്റ്റുകളാണ് സ്കിൻ ഫോർമുല 9 വരുന്നത്. സ്കിന്നിന്റെ ഇന്നർ ലെയറിൽ നിന്നും തൊട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും 13 പ്രൊഡക്റ്റുകളാണ് SF9 വരുന്നതെന്ന് പറഞ്ഞു. അതില് ഏത് ബ്യൂട്ടി പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്നാണ് കസ്റ്റമറുടെ ഏജ്, അതോടൊപ്പം സ്കിൻ ടൈപ്പ് എന്താണ്. ഈ 2 കാര്യങ്ങളെ കുറിച്ചും നമുക്കൊരു അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. SF9 പ്രോഡക്റ്റുകൾ മറ്റൊരു ആനുകൂല്യം കൂടി ഉണ്ട്. ഇപ്പൊ സ്കിൻ ടൈപ്പ് എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റിയില്ല എങ്കിൽ പോലും ഈ SF9 പ്രോഡക്റ്റുകൾ ഏത് സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പിന്നെ SF9 ഇന്ത്യൻ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ പാക്കിങ് കണ്ടിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണെന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള പാക്കിംഗ് ആണ് അതിന് ഉള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാക്കിങ് തന്നെ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ പറയാ ഇതിനെക്കുറിച്ച് അതിന്റെ പ്രീമിയം ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടി വരില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളാണ് അതിന് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഞാൻ അതൊന്ന് ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യാം. ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പ് ക്ലെൻസിങ് ഓയിലാണ്. ഡീപ്പ് ക്ലെൻസിങ് ഓയിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മൈൽഡ് ക്ലെൻസർ ആണ് ഈ സ്കിൻ ഫോർമുല 9ലെ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ. സാധാരണ നമ്മൾ എല്ലാ ദിവസവും ഫേസ് വാഷസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പലവർക്കും. പക്ഷേ ഇത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം. മേക്കപ്പ് ഉൾപ്പെടെയുള്ള അഴുക്കുകൾ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ. ഒരു സുപ്രീം ക്ലെൻസർ ആണ് ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ. അതോടൊപ്പം നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ സഹായിക്കും. അതേപോലെ തന്നെ പോസ് എല്ലാം തുറക്കുന്നതിനും അതേപോലെ മിനിമൈസ് ചെയ്യാനും എന്നുവെച്ചാൽ പോസ് തുറക്കും, പക്ഷെ ഓവറായിട്ട് തുറക്കാതെ ഒരു മിനിമൈസ് ആയിട്ട് വെക്കുന്നതിന് ഈ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ സഹായിക്കും. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മിക്കവാറും ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ സ്കിന്നിന് ഭയങ്കര ഒരു വലിച്ചില് തോന്നും, നമ്മുടെ ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാവില്ല. നമുക്ക് 2 നേരം ഉപയോഗിക്കാതെ മോർണിംഗ് റുട്ടീനും നൈറ്റ് റുട്ടീനും സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള 2 സമയങ്ങളിൽ നമുക്ക് ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതേപോലെ എൻലാർജർ പോസ് അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള സ്കിൻ ഡിസോർഡർ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ ഉപയോഗിക്കാൻ കഴിയും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് വരുന്നത് ആന്റിറോബോ ഓയിലുണ്ട്, സ്വീറ്റ് ആൽമണ്ട് ഓയിലുണ്ട്, അതേപോലെ കാസ്റ്റർ സീഡ് ഓയിൽ, ബെറി കോംപ്ലക്സ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞാല് മുഖത്ത് വളരെ കുറഞ്ഞ അളവിൽ 2 3 ഡ്രോപ്പ് മാത്രം കൈകളിൽ എടുത്തിട്ട് അത് മുഖത്ത് അവിടെ ഇവിടെയായിട്ട് അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ 30 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്യുക. ആ മസാജ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ കൈകൾക്ക് ഒരു വലിച്ചിൽ അനുഭവപ്പെടും. ആ സമയത്ത് നമ്മൾ മുഖത്ത് മാത്രമല്ല എന്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആ 30 മിനിറ്റ് ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം, വളരെ കുറഞ്ഞ അളവിൽ വെള്ളം കൈകളിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്യുക. ആ സമയത്ത് ഈ ഓയില് ഒരു സ്മൂത്ത് ലോഷന്റെ ഒരു ഫോമിലേക്ക് മാറുന്നുണ്ടാവും. അത് അപ്വേർഡ് ഡയറക്ഷനിൽ അതേപോലെ തന്നെ സർക്കുലർ മോഷനിൽ 2 വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണിന് ചുറ്റും ഇത് ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നല്ലതുപോലെ വെള്ളം ഉപയോഗിച്ച് കഴുകുകയോ അല്ലെങ്കിൽ വെറ്റ് കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം ഒന്ന് ഉണങ്ങിയ ടവൽ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പി ഉണക്കുക. ഡാബ് ചെയ്ത് ഉണക്കാനേ പാടുള്ളൂ. അല്ലാണ്ട് വലിച്ച് ഈ എന്താ പറയാ വല്ലാതെ വലിച്ച് ഉരച്ച് തുടച്ച് അത് ക്ലീൻ ആക്കരുത്. അത് ഈ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ക്ലെൻസറും ടോണറും കൂടെ കൂടിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ നമ്മുടെ ആ ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ
നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയധികം ഡീപ്പിലേക്ക്, അതായത് ഇന്നർ ലെയറിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഗ്ലോ കൂടുക മാത്രമല്ല, ഈ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന്, നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിനും ഡീപ്പ് ക്ലെൻസിങ് ഓയിൽ നമുക്ക് സഹായിക്കും. അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലോ ഷീറ്റ് മാസ്ക് ആണ്. ഗ്ലോ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് 3 ടൈപ്പ്, ഇതില് സ്ലൈഡിൽ നമുക്ക് കാണാം, 3 തരത്തിലുള്ള ഗ്ലോ ഷീറ്റ് മാസ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തത് വൈറ്റമിൻ സി, രണ്ടാമത്തെ വൈറ്റമിൻ ഇ, മൂന്നാമത്തത് ഹൈഡ്രേറ്റിംഗ് ഷീറ്റ് മാസ്ക്. ഈ വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഒരു ഫേഷ്യൽ ലുക്ക്, ഇൻസ്റ്റന്റ് ഫേഷ്യൽ ലുക്ക് കൊടുക്കാൻ ഈ ഷീറ്റ് മാസ്കുകളെല്ലാം നമുക്ക് നമ്മളെ സഹായിക്കും. ഇപ്പൊ ഒരു പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ മുഖത്തിന് നല്ലൊരു തിളക്കം ഉണ്ടായിരിക്കും. അതില് അടങ്ങിയിരിക്കുന്ന ഇത് ഈ നമുക്ക് വൈറ്റമിൻ സി ഷീറ്റ് മാസ്ക് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാല് പിഗ്മെന്റഡ് സ്കിന്നുള്ള, അല്ലെങ്കിൽ പിഗ്മെന്റേഷനെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഡൾ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാം. അതേപോലെ ഡാർക്ക്നെസ്സും പിമ്പിൾസും ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഗ്ലോ ഷീറ്റ് മാസ്ക്, വൈറ്റമിൻ സിയുടെ ഗ്ലോ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാൻ പറ്റും. ബ്ലെമിഷ് കൺട്രോളും ടോണിങ്ങും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ലക്ഷ്യമാക്കുന്നത്. ഈ ഗ്ലോ ഷീറ്റ് വൈറ്റമിൻ സിയുടെ ഗ്ലോ ഷീറ്റ് മാസ്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ബ്ലെമിഷ് കൺട്രോളിനും ടോണിങ്ങിനുമാണ്. അതില് പപ്പായയുടെ എക്സ്ട്രാക്ട് വരുന്നുണ്ട്, അതേപോലെ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്, അതേപോലെ ലെമൺ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പപ്പായ എക്സ്ട്രാക്ട് ഒക്കെ നമുക്കറിയാം, ഡെഡ് സെൽസ്, സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കും എന്നുള്ളത് അറിയാം. അതേപോലെ നമ്മുടെ വൈറ്റമിൻ സി സ്കിൻ ഡാമേജിനെയും പ്രീമെച്ചുർ ഏജിങ്ങിനെയൊക്കെ തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നിയാസിനമൈഡ് എന്ന് പറയുന്നത് ഈ പോസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ നിയാസിനമൈഡ് SF9 പ്രൊഡക്റ്റുകളിലെ നിയാസിനമൈഡ് എടുത്തിരിക്കുന്നത് കരിമ്പിൻ ജ്യൂസിൽ നിന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്കിന്നിന് എത്രമാത്രം കരുതലാണ്, പ്രകൃതിയിൽ നിന്നുള്ള സംരക്ഷണം നേരിട്ട് ലഭിക്കുന്ന രീതിയിലാണ് SF9ലെ ഓരോ പ്രൊഡക്റ്റുകളും. വേഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അത് നമ്മൾ ഓരോ കസ്റ്റമറെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്ത ഗ്ലോ ഷീറ്റ് മാസ്ക് വരുന്നത് വൈറ്റമിൻ ഇയുടെ ഷീറ്റ് മാസ്ക് ആണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏജിങ്ങിനെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ്. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകള്, അതേപോലെ തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥ, പ്രായം ആവുമ്പോഴുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്കിൻ തൂങ്ങി പോവുക എന്നുള്ളത്. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡള്ളായിട്ടുള്ള സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ ഈ വൈറ്റമിൻ ഇയുടെ ഗ്ലോ ഷീറ്റ് മാസ്ക് സ്കിൻ ടൈറ്റൻ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട് ഗ്ലോ ഷീറ്റ് മാസ്ക്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് റേപ്സീഡ് എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അതായത് കടുക് പോലുള്ള ഒരു ചെടിയാണ്, ആ ചെടിയുടെ കായിൽ നിന്നുള്ള എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അതേപോലെ ബിസബിൾ എക്സ്ട്രാക്ട്. ഇതെല്ലാം ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള, അതേപോലെ വൈറ്റമിൻ ഇ പ്രൊവൈഡ് ചെയ്യുന്ന മോയ്സ്ചർ, നമ്മുടെ മുഖത്തിനെ മോയ്സ്ചർ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. അടുത്തത് ഇന്റൻസ് ഹൈഡ്രേഷൻ ഷീറ്റ് മാസ്ക് ആണ്. അത് തീർച്ചയായിട്ടും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുഖത്തിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷീറ്റ് മാസ്ക് ആണ്. അത് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡൾ സ്കിന്നിനെ റിമൂവ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വരുന്നത് ഓട്സ് ആണ്. ഓട്സിന്റെ എക്സ്ട്രാക്ട് നമുക്കറിയാം, ഇതിനെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഓട്സ് എന്ന് പറയുന്നത്. അതേപോലെ സോഡിയം ഹൈലറോണിക്
ഹൈലോറനേറ്റ് എന്ന് പറയുന്ന ഘടകം അതിന് ഈർപ്പം, നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഡെഡ് സെൽസിനെ ഒക്കെ റിമൂവ് ചെയ്യുന്നതിനും ഈ ഗ്ലോ ഷീറ്റ് മാസ്ക്, നമ്മൾ ഇന്റൻസ് ഹൈഡ്രേഷൻ ഗ്ലോ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ സാധിക്കുന്നു. അപ്പൊ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികളുടേതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഗ്ലോ ഷീറ്റ് ഇന്റൻസ് ഹൈഡ്രേഷൻ ഗ്ലോ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മള് ആദ്യമേ തന്നെ എല്ലാ പ്രോസസ്സിലും പറയുന്നത് പോലെ തന്നെ ആദ്യമേ ഡീപ് ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് മുഖം ക്ലെൻസ് ചെയ്യുക. അതിനുശേഷമാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത്. അതായത് 15 മിനിറ്റ് ഈ മാസ്ക് നമുക്ക് ഒരു പാക്കറ്റിന്റെ ഉള്ളിലാണ് നമുക്ക് കാണാം. ആ പാക്കറ്റ് അത് തുറന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് സിറം ഉണ്ടാവും, അതിലൊരു മാസ്കും ഉണ്ടായിരിക്കും. ഈ മാസ്ക് നമ്മൾ ക്ലീൻ ചെയ്ത ഫേസിലേക്ക് ഇടുക. ഈ ചിത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ മാസ്ക് നമ്മൾ തുറന്നിട്ട് പാക്കറ്റ് തുറന്നിട്ട് മാസ്ക് നമ്മുടെ മുഖത്തേക്ക് ഇടുക. അതൊരു ഏകദേശം ഒരു 15 മിനിറ്റ് ഫേസിൽ ഇട്ട് വെച്ചേക്കുക. അതിനുശേഷം അതിനകത്ത് ആ പാക്കറ്റിനകത്ത് കുറച്ച് സിറം ഉണ്ടായിരിക്കും. ആ സിറം ഈ 15 മിനിറ്റിന് ശേഷം ഈ മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ഈ സിറം ഉപയോഗിച്ച് 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്യുക. മസാജ് ചെയ്യണത് എപ്പോഴും സർക്കുലർ മോഷനിൽ 2 ഫിംഗർ ഉപയോഗിച്ച് തന്നെ മസാജ് ചെയ്യുക. അതിനുശേഷം അത് നമുക്ക് കഴുകിക്കളയേണ്ട, സിറം കഴുകിക്കളയേണ്ട ആവശ്യമില്ലാതെ മുഖത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാം. ഇപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ സിറം മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് രാത്രിയിലോ വൈകുന്നേരങ്ങളിലോ ഷീറ്റ് മാസ്ക് ഇടുകയാണ് ഏറ്റവും അഭികാമ്യം. അത് ഒരു 15 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ഈ ഷീറ്റ് മാസ്കുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളനുസരിച്ചാണ് നമ്മൾ ഈ ഷീറ്റ് മാസ്കുകൾ സെലക്ട് ചെയ്യേണ്ടത്. പിഗ്മെന്റേഷൻ ആണെങ്കിൽ വൈറ്റമിൻ സിയുടെ ഇത് ഉപയോഗിക്കാം. അതേപോലെ വൈറ്റമിൻ ഇ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഡ്രൈനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഓരോ മാസ്കുകൾ നമുക്ക് മാറി മാറി ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് റേഡിയൻ ഗ്ലോ ഫേസ് മിസ്റ്റ് ആണ്. മിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു സ്പ്രേ ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റേഡിയൻ ഗ്ലോ ഫേസ് മിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റും. ഇതും ഫേസ് വാഷിന് ശേഷം ആണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റേഡിയൻ സ്കിൻ ഉണ്ടാക്കാനായിട്ട് ഈ റേഡിയൻ ഗ്ലോ ഫേസ് മിസ്റ്റ് സഹായിക്കും. നമുക്ക് 2 സമയങ്ങളിൽ ഫേസ് മിസ്റ്റ് ഉപയോഗിക്കാം. അതായത് എപ്പോഴാന്ന് വെച്ചാൽ ഫേസ് വാഷിന് ശേഷം, അതായത് മേക്കപ്പിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫേസ് മിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയത്തേക്ക് ഈ മേക്കപ്പിനെ നിലനിർത്തുന്നതിന്, ഒരു ഗ്ലോ കൊടുക്കുന്നതിന്, ആദ്യം കൊടുക്കുന്ന ഈ മേക്കപ്പിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന ഈ ഫേസ് മിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മേക്കപ്പ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ ഫേസ് മിസ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ മേക്കപ്പ് കൂടുതൽ സമയത്തേക്ക് നിലനിർത്തുന്നതിനും അതേപോലെ തന്നെ ഒരു ഹൈലൈറ്റർ ആയിട്ടും ഈ ഫേസ് മിസ്റ്റ് ഉപയോഗപ്പെടുന്നുണ്ട്. അത് ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ അകലത്തിൽ വെച്ചിട്ട് ഇച്ചിരി ഒരു അകലം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഫേസ് മിസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അത് ഒരു 3-4 സ്പ്രേ അത് മതിയാവും. അത് ഉപയോഗിച്ച ശേഷം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് ഡാബ് ചെയ്ത് അധികമുള്ളത് നീക്കിയെടുക്കുക. അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ റോസ് വാട്ടർ എക്സ്ട്രാക്ട് ഉണ്ട്, അതേപോലെ സീ വാട്ടറും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 2 ഘടകങ്ങളും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു സപ്പിൾനെസ് കൊടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. അത് കൂടുതൽ മോയ്സ്ചർ നിലനിർത്തുന്നതിന് സീ വാട്ടർ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കാര്യം കൂടിയാണ് സീ വാട്ടർ.
അപ്പൊ അടുത്ത ഒരു പ്രൊഡക്റ്റ് വരുന്നത് നമ്മുടെ വൈറ്റമിൻ സി സിറം ആണ്. വൈറ്റമിൻ സി സിറം എന്ന് കേൾക്കുമ്പോൾ വൈറ്റമിൻ നമ്മുടെ അകത്തേക്ക് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സബ്ലിംഗ്വൽ സ്പ്രേ രൂപത്തിൽ വൈറ്റമിൻ സി ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം വൈറ്റമിൻ സി എത്ര നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്, എത്ര പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് വൈറ്റമിൻ സി സിറവും. നമ്മുടെ സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് വൈറ്റമിൻ സി സിറം. നമ്മുടെ സ്കിന്നിന്റെ സെല്ലുകള് ഏകദേശം ഒരു 28 ദിവസം കൂടുമ്പോൾ പുതിയതായിക്കൊണ്ടിരിക്കും. ഈ സ്കിൻ സെല്ലുകള് റീജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്കിൻ ഫോർമുല 9ന്റെ വൈറ്റമിൻ സി സിറം. പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അതേപോലെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ റിങ്കിൾസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവര്, എൻലാർജ്ഡ് പോസ് ഉള്ളവർ, ഇവർക്കൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ വൈറ്റമിൻ സിയുടെ സിറം. ഇനി ഇതില് അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് കക്കാട്ട് പ്ലം അടങ്ങിയിട്ടുണ്ട്, അതേപോലെ പപ്പായ ഫ്രൂട്ട് ജ്യൂസ്, ലെമൺ ജ്യൂസ്, ഇതെല്ലാം വൈറ്റമിൻ സി കൊണ്ട് റിച്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് പ്രായം ആവാതിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ സി ഡെമോ ഒക്കെ കാണിക്കുന്നവരാ നമ്മള് അല്ലെ. അപ്പോൾ എത്ര നല്ല ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി എന്നുള്ളത് നമ്മളെ ആരും പറഞ്ഞു അറിയിക്കേണ്ടതില്ല. അതേ ഒരു പ്രോപ്പർട്ടി തന്നെ ഈ വൈറ്റമിൻ സി സിറം നമ്മുടെ സ്കിന്നിലും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. ഏജിങ്ങിനെ തടയുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഒരിക്കലും ഇത് മുഖക്കുരു വല്ലാതെ മുറിഞ്ഞിട്ടുള്ള ചോര വരികയൊക്കെ ചെയ്യുന്ന രീതിയിൽ, ബ്ലീഡ് ചെയ്യുന്ന രീതിയിൽ മുഖക്കുരു ഉള്ളവര് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം അത് അധികമാക്കുന്നതിന് കാരണം ഇതില് പപ്പായ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള, നമുക്കറിയാം പപ്പായയുടെ കറയോ നമ്മുടെ മുഖത്തായി അല്ലെങ്കിൽ മുറിവിലൊക്കെ പറ്റിയുള്ള ഒരു അവസ്ഥ, ഒരു പുകച്ചിലുണ്ടാവും അല്ലെ, ആ ഒരു അവസ്ഥ ഈ മുഖക്കുരു വല്ലാതെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഈ വൈറ്റമിൻ സി സിറം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതും ഉപയോഗിക്കേണ്ടത് ഡീപ് ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു മാക്സിമം നമ്മൾ 3-4 തുള്ളി അത്രേ എടുക്കാവുള്ളൂ. അത് 30 സെക്കൻഡ് നമ്മുടെ കൈകളിൽ അവിടെ എവിടെയായിട്ട് നമ്മുടെ മുഖത്തേക്ക് അതിലുള്ള ഫില്ലർ പോലുള്ള ഭാഗം കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. 3-4 തുള്ളി മതിയാകും. അതുകൊണ്ട് എല്ലായിടത്തേക്കും ആക്കിയിട്ട് 5 മിനിറ്റ് മസാജ് ചെയ്യുക. ഇത് ഡെയിലി ചെയ്യണം. 2 നേരവും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുക. ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കറുത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ സി സിറം നമ്മൾ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പം സൺസ്ക്രീൻ നിർബന്ധമായിട്ടും കൊടുക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇനി ഈ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ഓയിലി സ്കിന്നിനും അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിനുമാണ് ഏറ്റവും അത് ഉപയോഗപ്പെടുക. 22 വയസ്സ് മുതലുള്ള ആളുകൾക്കാണ് ഈ വൈറ്റമിൻ സി സിറം കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് നമ്മുടെ യൂത്ത് എലിക്സിയർ. യൂത്ത് എലിക്സിയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിന് യുവത്വം പ്രദാനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനും അതേപോലെ തന്നെ നല്ലൊരു സ്കിൻ യുവത്വമുള്ള സ്കിൻ നൽകുന്നതിന് യൂത്ത് എലിക്സിയർ സഹായിക്കും. അത് 22 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. എന്തായാലും 30 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് നമ്മുടെ ഏജിങ്ങിനെ തടയുന്നതിന്, റിങ്കിൾസും ഫൈൻ ലൈൻസിനും ഒക്കെ ഇല്ലാതെയാക്കുന്നതിന് സഹായിക്കും. സ്കിന്നിന്റെ ഗ്ലോ കൂട്ടുന്നതിന്, സ്കിൻ ടൈറ്റനിങ്ങിന് ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ യൂത്ത് എലിക്സിയർ എന്ന് പറയുന്നത്. അത് 2 നേരം നമുക്ക് ഉപയോഗിക്കാം. അതായത് രാവിലെയും
രാത്രിയിലും നമുക്ക് ഉപയോഗിക്കാം. അതില് വരുന്ന കാര്യങ്ങൾ, അതില് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് പപ്പായ ഉണ്ട്, അതേപോലെ ഗോൾഡ് ഡസ്റ്റ് ഉണ്ട്, ചുജുഹാസി എക്സ്ട്രാക്ട്, വൈറ്റമിൻ സി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും സപ്പിൾ ആയിട്ട് നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത്. ഏറ്റവും നല്ല ഒരു സ്കിൻ പ്രായത്തിന്റെ ഒരു പ്രായം മൂലമുണ്ടാകുന്ന സ്കിന്നിന്റെ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്നതിന് ഈ യൂത്ത് എലിക്സിയർ സഹായിക്കുന്നുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ആണ്. ഈ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 13 തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിന് ഒറ്റ ക്രീം കൊണ്ട് നമുക്ക് പരിഹാരം നൽകുന്ന ഒരു ക്രീം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ക്രീം. ഏറ്റവും നല്ലത് നല്ല ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മുഖക്കുരു ഒഴിച്ചുള്ള മിക്കവാറും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു ക്രീമാണ് നമ്മുടെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അതേപോലെ ഡൾ സ്കിൻ, അൺഈവൺ സ്കിൻ ടോൺ ഇവയൊക്കെ ഒഴിവാക്കുന്നതിന് നമ്മുടെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് സഹായിക്കും. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രകടമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് കവിളിന് ഒരു തിളക്കം നൽകാനായിട്ട് സഹായിക്കും. ഇപ്പൊ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണം, മുഖ സൗന്ദര്യം ഉള്ളവർക്ക് നമുക്കറിയാം കവിളിന് നല്ല സ്കിൻ നല്ല ഭംഗിയാവുമ്പോൾ നമ്മുടെ കവിളാണ് ഏറ്റവും അധികം തിളങ്ങുക. അപ്പൊ അത് ആ കവിളിന് ഒരു തിളക്കം കൊടുക്കുന്നതിന് ഈ ബ്രൈറ്റൻ ട്രീറ്റ്മെന്റ് കാരണമാവുന്നുണ്ട്. ഇനി അതില് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഡെയ്സി ഫ്ലവർ എക്സ്ട്രാക്ട് ഉണ്ട്, വൈറ്റമിൻ B3 ഉണ്ട്, അതേപോലെ എസെൻഷ്യൽ നാർസിസസ് ഫ്ലവർ വാക്സ് ഉണ്ട്, അതേപോലെ ക്ലാരിപ്യൂർ സ്റ്റെം സെൽ ബ്ലെൻഡ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് കൊടുക്കുന്നതിന് ഈ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പിഗ്മെന്റേഷന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം 15,000 രൂപയെങ്കിലും നമ്മൾ ചിലവാക്കേണ്ടി വരും. നമുക്ക് ഈ 2,200 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കഴിയുന്നു. ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം ഒരു 13 ടൈപ്പ് സ്കിൻ പ്രോബ്ലംസിന് നമുക്ക് പരിഹാരമാണ് നമ്മുടെ ഈ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി 2 നേരവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരു 18 വയസ്സായ ആളുകൾക്ക് മുകളിൽ 18 വയസ്സ് മുതലുള്ള ആളുകൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ഈ 2,200 രൂപയല്ലേ, ഇത്രയും വിലയല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഇത് നമ്മൾ വളരെ കുറഞ്ഞ അളവില് മാത്രമേ നമ്മൾ ഉപയോഗിക്കേണ്ടതുള്ളൂ. അതായത് 180 തവണ ഉപയോഗിക്കാനുള്ള ക്രീമാണ് ഈ ഒരു ഒറ്റ ബോട്ടിലിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് 2 തവണ വീതം നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ കഴിയും. വളരെ കുറഞ്ഞ അളവിൽ നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ക്രീമാണ്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ അടുത്ത വരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീമാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം. കൂടുതൽ സമയത്തേക്ക് ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് സഹായിക്കും. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ മൾട്ടി ഫങ്ഷൻ മോയ്സ്ചറൈസിങ് കോംപ്ലക്സ് അടങ്ങിയിരിക്കുന്നു, ഐസ്ലാൻഡിക് മോസ്, മെക്കഡാമിയ നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ ട്രെയിനർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് മെക്കഡാമിയ എന്ന് പറയുന്ന ഐസ്ലാൻഡിക് മോസ് ഒരു പായലാണ്. ആ പായല് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു പായൽ. അതിന്റെ ജ്യൂസ് ആക്കി കുടിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം അവർക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത്. അത്രയും ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ ഐസ്ലാൻഡിക് മോസ്. ഇത് ഇങ്ങനെയുള്ള കണ്ടന്റ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തേക്ക് ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഈ ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം നമ്മളെ സഹായിക്കുന്നുണ്ട്. സാധാരണ ഒരു
റെഗുലർ ബേസിസ് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്, അതായത് CTM അല്ലേ, ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ SF9 ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഇന്റൻസ് ഹൈഡ്രേഷൻ ക്രീം. എല്ലാവർക്കും ഒരു ഡ്രൈ സ്കിൻ ഉള്ള എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക തന്നെ വേണം, അത്രയും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അടുത്ത ഒരു പ്രൊഡക്റ്റ് വരുന്നത് പ്രോ പ്രെപ്പ് ആൻഡ് പ്രൈം. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതൊരു പ്രൈമർ ആണ്. പ്രൈമർ എന്ന് പറഞ്ഞാല് നമ്മൾ മേക്കപ്പിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഒരു മേക്കപ്പ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. മേക്കപ്പ് ഇടുന്നതിന് മുമ്പ്, അതായത് നമ്മൾ സ്കിൻ കെയറിന് ശേഷം മേക്കപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കൂടുതൽ സമയം മേക്കപ്പ് നമ്മുടെ ഇതില് നിലനിർത്താൻ സഹായിക്കും. അതേപോലെ സ്കിന്നിന് സപ്പിൾ ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ കൊടുക്കും. ശരിക്കും നമ്മൾ വെൽവെറ്റ് തൊടുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഈ പ്രൈമർ, അതായത് നമ്മുടെ പ്രോ പ്രെപ്പ് ആൻഡ് പ്രൈം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുഖത്ത് തൊട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും. വെൽവെറ്റ് തൊടുന്ന അതേപോലെ തന്നെ നമുക്ക് തോന്നും. നമ്മുടെ പ്രൈമറിന്റെ, അതായത് ഈ പ്രോ പ്രെപ്പ് ആൻഡ് പ്രൈം എന്നുള്ള പ്രൊഡക്റ്റിന് പ്രത്യേകത വെച്ചാൽ നോൺ ഗ്രീസിയാണ്, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ മേക്കപ്പ് കൂടുതൽ സമയത്തേക്ക് നിലനിർത്തുന്നത് ഒരു ഇപ്പോൾ കൂടുതൽ സമയം മേക്കപ്പ് ഇട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുള്ള വല്ല ഫംഗ്ഷനുകൾക്കൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നമ്മളെ കൂടുതൽ സമയം മേക്കപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് സ്കിന്നിന്റെ പോസ് കുറയ്ക്കാനും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും ഗ്ലോ കൊടുക്കാനും ഒക്കെ ഈ പ്രോ പ്രെപ്പ് ആൻഡ് പ്രൈം എന്ന് പറയുന്ന പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് എത്രമാത്രം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളത്. അതായത് സൺഫ്ലവർ ഓയിൽ ഉണ്ട്, അതേപോലെ കോക്കനട്ട് ഓയില്, പിന്നെ അർഗൻ ഓയില്, അതേപോലെ ലിൻസീഡ് എക്സ്ട്രാക്ട്, അവക്കാഡോ ഓയില്, ഇതൊക്കെ ഈ പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലെമിഷ് ജെല്ലാണ്. ബ്ലെമിഷ് ജെൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ, ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് ടീനേജിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രോബ്ലമാണ് ബ്ലെമിഷസ് കൊണ്ട്. അതായത് ഒരു ജങ്ക് ഫുഡും ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂടുതലായിട്ട് മുഖക്കുരു ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് ഈ ബ്ലെമിഷ് ജെൽ എന്ന് പറയുന്നത്. അത് പിമ്പിൾസിനും ആക്നെയ്ക്കും അതേപോലെ ഏജ് സ്പോട്ട്, ഡാർക്ക് സ്പോട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ കണ്ട എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ ഒന്ന് വാങ്ങിയാൽ ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും. അതേസമയം ഗ്ലോ ഷീറ്റ് മാസ്ക് പറ്റില്ല, ഒറ്റ തവണത്തെ ഉപയോഗത്തിനാണ് ഗ്ലോ ഷീറ്റ് മാസ്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബ്ലെമിഷ് ജെല്ല് എന്ന് പറയുന്ന ബ്ലെമിഷ് ജെല്ല് നമുക്ക് ഒരാളുടെ ഉപയോഗത്തിന് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. കാരണം അതില് ആ ബോട്ടിൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അതിന്റെ മുകളിലൊരു ആപ്ലിക്കേറ്റർ ഉണ്ട്. ആ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ളവർ അത് ഷെയർ ചെയ്യുന്നത് നല്ലതല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ബ്ലെമിഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്നെ പോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടായതാകാം. അപ്പൊ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മൾ തീരെ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണോ കുരുക്കളുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ബ്ലെമിഷസ് ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രമേ ബ്ലെമിഷ് ജെല്ല് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മുഖം ഒന്നായിട്ടൊന്നും ഇടാൻ പാടില്ല. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ മുഖക്കുരു അല്ലെങ്കിൽ മുഖക്കുരു വന്ന പാടോ ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യുക. അത് രാവിലെ കഴുകിക്കളയുക, അതാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ പിമ്പിൾസിൽ ഉള്ള ബാക്ടീരിയ ഇല്ലേ, ആ ബാക്ടീരിയയാണ് ഇത് നശിപ്പിച്ചു കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണലൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ അത് മാറി ഉപയോഗിക്കാനായിട്ട് പാടില്ല.
അതില് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ അടങ്ങിയിട്ട് നമുക്ക് കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മുടെ ഉള്ളിൽ കഴിക്കാനുണ്ട്. എന്ന പോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള കുരുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ സാലിസിലിക് ആസിഡ്, ടീ ട്രീ ഓയിൽ, യുക്കലിപ്റ്റസ് ഓയിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് അണ്ടർ ഐ സിറാണ്. അണ്ടർ ഐ സിറ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയാതെ ഷിഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന IT ഫീൽഡിലുള്ളവർക്കൊക്കെ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കണ്ണിന്റെ താഴെ ബാഗ് മാതിരി ടീ ബാഗ് മാതിരി ഒക്കെ ഉണ്ടാവും. അതായത് കണ്ണിന്റെ തടം വീർത്ത് വരിക, അതായത് കണ്ണിന്റെ തടം കറുത്ത് വരിക, പിഗ്മെന്റേഷൻ ഉണ്ടാവുക, കണ്ണിന്റെ താഴെ കറുപ്പ് നിറം വരിക, ചുളുക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വീർത്തിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അണ്ടർ ഐ സിറം. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഫേസ് കഴുകിയതിന് ശേഷം നമ്മൾ മോതിര വിരലിലാണ് ഈ വളരെ കുറഞ്ഞൊരു പീനട്ടിന്റെ അത്രയും മതി, അത്രയും എടുത്തിട്ട് കണ്ണിന് ചുറ്റിനും, അതായത് നമ്മുടെ ഈ കവിളിന്റെ മുകൾ ഭാഗത്ത് ഉള്ള ആ എല്ലില്ലേ, ആ എല്ലിന്റെ മുകളിലായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ ഈ മോതിരവിരൽ ഉപയോഗിച്ച് വേണം മസാജ് ചെയ്യാൻ. കാരണം ഏറ്റവും സോഫ്റ്റ് ആയിട്ട്, കണ്ണെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഫോഴ്സ് വളരെ കുറച്ച് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സർക്കുലർ മോഷനിൽ ഇത് മസാജ് ചെയ്യുക. രാത്രി മുഴുവനും ഇട്ട ശേഷം രാവിലെ അത് കഴുകിക്കളയുക. ഇത് കണ്ണിന് ചുറ്റും മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ബ്ലെമിഷിൽ ഒരിക്കലും ഫേസിന്റെ നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്രീമേ അല്ല. ഇത് കണ്ണിന് ചുറ്റും മാത്രം അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത് ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്തിരിക്കണം, കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. ഇത് പകല് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല, പക്ഷേ ഈ റെസ്റ്റ് എടുക്കുക എന്നുള്ള 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കുക എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങള് കഫീൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കണ്ണിന്റെ പഫ്നെസ് മാറ്റി കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. ആർട്ടിചോക്ക് ലീഫ് പെപ്റ്റൈഡ്സ്, ചാനൽഡ് റാക്ക് എക്സ്ട്രാക്ട്, കഫീൻ, അതേപോലെ മെഡിറ്ററേനിയൻ പൈൻ ബാർക്ക് എക്സ്ട്രാക്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അണ്ടർ ഐ സിറം എന്ന ഈ ആന്റി റിങ്കിൾ ആൻഡ് ഫേമിംഗ് സിറത്തില് അടങ്ങിയിരിക്കുക, അണ്ടർ ഐ സിറത്തില് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രൊഡക്റ്റ്, നമ്മൾ 13ാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നത് ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം SPF 50 PA+++. അപ്പോൾ ഈ നമുക്കൊരു പരിചയമില്ലാത്തൊരു വേർഡാണ് SPF എന്ന് പറയുന്നത് അല്ലെ. സൺ പ്രൊട്ടക്ടിങ് ഫാക്ടർ ആണ്. അത് 50+ ആണ്, 50 PA+++ ആണ് അല്ലെ. അത് 15 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് ഉപയോഗിക്കാനായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യണത്. ഈ SPF എന്താണെന്ന് വെച്ചാല്, ഒരു SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ സൺറൈസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടെന്നാണ് ഒരു SPF എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതില് നമ്മുടെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറത്തില് നമുക്ക് 50 SPF ആണ്. അതായത് ഏകദേശം ഒരു 8 മണിക്കൂറിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് സൂര്യപ്രകാശത്തിലെ UV റേസിൽ നിന്ന്, അതായത് ഏജിങ്, ബേണിംഗ്, ക്യാൻസറസ് ആയിട്ടുള്ള ഈ UV റേസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം ആണത്. സിറം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും, മുഖത്തേക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം. ഇനി മറ്റുള്ള സൺസ്ക്രീനുകളെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് സൺസ്ക്രീൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ സൺസ്ക്രീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്
വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത് നമ്മൾ ചില സൺസ്ക്രീനുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നമ്മുടെ സ്കിന്നിന്റെ നിറം തന്നെ മാറിപ്പോകും, എന്തോ വെളുത്ത് അല്ലെങ്കിൽ ഒരു ചത്ത ശരീരത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് മാറും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും. പക്ഷേ നമ്മുടെ ഹൈഡ്രേറ്റഡ് സൺസ്ക്രീൻ സിറത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് പോലും നമുക്ക് തോന്നില്ല. അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും, യാതൊരു തരത്തിലുള്ള കളർ ചേഞ്ചും നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത് ഒരു സ്കിൻ കെയർ റുട്ടീന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എങ്കിലും എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും അല്ലെങ്കിൽ സ്കിന്നിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അനുസരിച്ച് ഇതിൽ നിന്നുള്ള ഈ പറയുന്ന SF9 പല പ്രൊഡക്റ്റുകളും നമുക്ക് മാറി മാറി കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൽ ഹൈ PV ഉള്ള പ്രൊഡക്റ്റുകളാണ്. നമ്മളിപ്പോ PV കൂടട്ടെ എന്ന് എഴുതി ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്നും കൊടുക്കാൻ പാടില്ല. അവർക്ക് എന്താണോ സ്കിൻ പ്രോബ്ലം ഉള്ളത്, ഓരോരുത്തരുടെയും സ്കിൻ പ്രോബ്ലം എന്താണോ അത് നല്ല രീതിയിൽ അവരുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നും അതേപോലെ അവരുടെ സ്കിൻ പ്രോബ്ലം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ബ്ലെമിഷ് ജെല്ല് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബ്ലെമിഷ് ജെല്ല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മള് ബ്ലെമിഷ് ജെല്ല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്ലെമിഷസ് എന്നേക്കുമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അവകാശവാദം നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മുടെ ഈ മുഖക്കുരു വരുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്. ഈ ടീനേജ് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക മധുരമുള്ളതും ഫാറ്റ് ഉള്ളതും ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും. ഇതെല്ലാം തന്നെ മുഖക്കുരുവിനെ ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ബ്ലെമിഷ് ജെല്ല് മാത്രം ഉപയോഗിച്ച് അത് താൽക്കാലിക ഒരു ശാന്തത മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം അതിന്റെ ഒപ്പം നമ്മൾ ഫുഡ് കൂടെ അവരുടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് അത്യാവശ്യമായിട്ട് ഇനി ഇൻ കേസ് ഈ ബ്ലെമിഷ് ജെല്ല് കൊണ്ട് തന്നെ മാറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സപ്ലിമെന്റ് കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് കൊടുക്കണം. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കുകയും വേണം. ഈ സൺസ്ക്രീൻ, നമ്മുടെ ഹൈഡ്രേറ്റഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് മിനറൽ ഓയിൽ ഫ്രീ ആണ്, സ്കിൻ ടൈറ്റനിങ്ങിനും സഹായിക്കുന്നുണ്ട്. അതേപോലെ നോൺ ഗ്രീസിയാണ്, ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ചില സൺസ്ക്രീനുകളോ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന എവിടെയെങ്കിലും കൈ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖത്ത് നിന്നൊക്കെ കൈ തൊട്ടിട്ട് എവിടെയും ഗ്ലാസ്സിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആ പാട് അവശേഷിക്കും. പക്ഷെ ഈ സൺസ്ക്രീൻ ഒട്ടും തന്നെ നമ്മൾ ഒട്ടിപ്പിടുത്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൈഡ്രേഷൻ ഇൻഫ്യൂസർ, അതായത് കൂടുതൽ സമയത്തേക്ക് ഹൈഡ്രേഷൻ നിലനിർത്താൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് കൂടിയാണ്. ഒരു വേഗൻ പ്രൊഡക്റ്റ് ആണ്. ഇനി ഏത് ടെമ്പറേച്ചറിലും ക്ലൈമറ്റിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതില് ഈ നമ്മുടെ ഹൈഡ്രേറ്റഡ് സൺസ്ക്രീനിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് കൊളാജൻ, അതേപോലെ ഇലാസ്റ്റിൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഇതില് കൂടുതൽ ഉണ്ടാക്കുന്നതിന് കൂടുതൽ നല്ല രീതിയിൽ കൊളാജൻ ഫോർമേഷൻ സഹായിക്കും. അതേപോലെ മോയ്സ്ചർ ചെയ്ത് നിലനിർത്തുന്നു. നല്ല രീതിയിൽ സ്കിന്നിനെ നല്ല സപ്പിളായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ബെങ്കോങ് റൂട്ട് എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ നല്ല ഫേം ആക്കിയിട്ട് സ്മൂത്ത് ആയിട്ട് നിലനിർത്താനും സഹായിക്കുന്നു. നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസും വിറ്റമിൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല നറിഷ് ചെയ്ത് നിലനിർത്തുന്നതിനും സ്കിന്നിനെ ഒരു ഈവൻ സ്കിൻ ടോണിലേക്ക് മാറ്റുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും തന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറി പ്രൊഡക്റ്റ്, അതായത് സ്കിൻ ഫോർമുല 9 മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ SF9 പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക മാക്സിമം. അതേപോലെ
നല്ല ഒരു രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഈ SF9 പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൊടുത്ത് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരു പ്രാവശ്യം കൊടുത്ത് അവർക്ക് ആ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അവർ തേടി വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി, ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഈ SF9 ഏത് പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. അതും ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഒരുവിധം എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സരിത മാം. ശരിക്കും ഞാനൊരു സ്റ്റുഡന്റിനെ പോലെയാണ് ഈ സെഷൻ മൊത്തവും കേട്ടോണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ വെസ്റ്റീജിന്റെ ബ്യൂട്ടി കാറ്റഗറീസ് ഇത്ര ഉണ്ടെങ്കിലും അത് ഏതൊക്കെ കാറ്റഗറി എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന്, സ്പെഷ്യലി ഈ SF9 പ്രോഡക്ട്സ് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് ഉപയോഗിക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടും വളരെ ക്ലാരിറ്റിയോടും കൂടി പറഞ്ഞു തന്ന സരിത മാമിന് എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുകയാണ്. അതുപോലെ ഈ പ്ലാറ്റ്ഫോമിനോട് ഒട്ടാറ് പേർക്ക് ഈ സെഷൻ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവരുടെ പേരിലും ഒന്നും കൂടെ നന്ദി പറഞ്ഞു. താങ്ക് യു once again സരിത മാം, and thank you all. Wish you well. Thank you.